Hi friends, welcome back to our channel Anu Simply Beauty. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖല്ലേ, സേഫ് അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് വീഡിയോ ആണ്. 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫൗണ്ടേഷനോ അല്ലെങ്കിൽ CC ക്രീമോ സ്റ്റോക്ക് ക്രീമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കും ഇത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏതൊക്കെയാണ് ആ 3 സാധനങ്ങൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഈ ഒരു ബനിയൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബനിയനാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങാടിക്ക് പോകുമ്പോഴൊക്കെ ഇടുന്ന ഒരു ബനിയനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതുതന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതുതന്നെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ബനിയനാണ് കേട്ടോ. നമുക്ക് ചൂട് കാലാവസ്ഥയിലും ഇടാൻ പറ്റിയൊരു ബനിയനാണിത്. ഓക്കെ, വെരി സോഫ്റ്റ് മെറ്റീരിയലാണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുതന്നെയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുക. നമ്മൾ അതുതന്നെയായിരിക്കും ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴോ നമ്മൾ ഇട്ട് പോവുകയും ചെയ്യുക അല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, കമ്മലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതുതന്നെ എനിക്ക് ഒരുപാട് ഇടുക കേട്ടോ. അത് ഞാൻ ചീത്തയാവുന്നവരേ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ മുടിയൊന്നും അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ നന്നായിട്ട് ക്ലൻസ് ചെയ്യുക. ഓക്കെ, അതായത് ഫേസ് വാഷ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഹിമാലയയുടെ കേസർ ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീട്ടിലിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാം, പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഞാൻ ഇതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ നല്ലൊരു കൂളുണ്ട് കേട്ടോ, നല്ലൊരു കൂൾ എഫക്റ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, ഞാൻ നെക്കിൻ്റെ ഭാഗത്തൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇത് ഹിമാലയയുടെ കേസർ ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ. നാച്ചുറൽ ഗ്ലോ കേസർ ഫേസ് ക്രീമാണ്. ഓക്കെ, ഇതിപ്പം ഓൺലൈനൊക്കെ ലഭിക്കും. ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ പോകേണ്ട പാർട്ടി ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഫൗണ്ടേഷനോ CC ക്രീമോ സ്റ്റോക്ക് ക്രീമോ ഒന്നും വേണ്ട, ഇതന്നെ മതി നമുക്ക്. എന്നിട്ട് ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്ത് പുറത്ത് ഫംഗ്ഷന് പോകാവുന്നതാണ്. ഓക്കെ, ഇത് ഞാനൊരു മോയ്സ്ചറൈസർ എന്ന നിലയ്ക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. വീട്ടിലിരിക്കുമ്പം അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു വൈറ്റനിങ് ഫീൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, നല്ലതാണ് കേട്ടോ ഈ ഒരു ക്രീം. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്കായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് അപ്ലൈ ചെയ്തത്. ഇത് നമ്മൾ മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മേക്കപ്പിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നില്ല. ഓക്കെ, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു, മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്തു. ഓക്കെ, ഇതൊരു സ്കിൻ കെയറിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റാണ്, കൺസീലർ. ഓക്കെ, കൺസീലറാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസീലർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഭാഗത്ത് നമ്മളതൊന്ന് യൂസ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ കളർ കറക്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കൺസീലർ, കളർ കറക്റ്റർ എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എടുക്കുന്ന കളർ എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നായിട്ട് യോജിക്കുന്ന കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഒരു
ഈ ഒരു കളറാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ ഒരു കളറുണ്ട്, അപ്പം ഞാനതൊന്ന് മായ്ക്കാനായിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട്, അതായത് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഡാർക്ക് കളറൊക്കെ ഉണ്ടാവും ചിലർക്ക് കേട്ടോ. എനിക്ക് അത്രയ്ക്കില്ല, എനിക്ക് ചെറുതായിട്ട് ഒരു ഭാഗത്തുണ്ട് കേട്ടോ, ചെറിയൊരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ആ ഒരു ഇതങ്ങ് പോയി. ഓക്കെ, അതേപോലെ നമ്മളിവിടെ ഞാൻ എൻ്റെ ഇവിടെ ഒരു കുറച്ചൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്, അപ്പം ഞാൻ അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് താടിയുടെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട്, അവിടെയും കൂടെ, അതായത് ചുണ്ടിൻ്റെ താഴെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഞാൻ ഇച്ചിരി കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു കൺസീലർ വെച്ചിട്ട്. എനിക്ക് ഓവർ ഞാൻ കൺസീലർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇതേപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്നൂടെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്കൊന്നും ഇട്ടില്ല, അവിടേക്കൊന്ന് അങ്ങനത്തെ ഒരു ഇത് പ്രശ്നം വരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഓക്കെ കറക്റ്റ്. കണ്ടില്ലേ ഫേസ് കൺസീലർ നിങ്ങൾക്ക് മൊത്തം ഇടണമെന്നുണ്ടെങ്കിൽ, അതായത് മൊത്തം ഫേസിൽ ഇടണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് കളറിൻ്റെ ഒരു പ്രശ്നം വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഇട്ടു. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ മായ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മായ്ച്ചു, ഒന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. കൺസീലർ വെച്ചിട്ട് ഓക്കെ, ഓവറായിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയാണ് നമ്മൾ കൺസീലർ വെച്ച് ചെയ്തത്. ഓക്കെ, അപ്പം വേറെ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കൺസീലർ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വന്നിട്ട് ഐയുടെ മേക്കപ്പാണ്. ഓക്കെ, പിന്നെ ഞാനിത് എനിക്കറിയാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഡേസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഭയങ്കര പാടാണല്ലോ തുറക്കാൻ, കുഞ്ഞിതായതുകൊണ്ട് ഭയങ്കര പാടാട്ടോ. ഓക്കെ, കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഐലൈനർ വെച്ചിട്ടൊന്ന് കണ്ണെഴുതാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ ഫോൺ ക്യാമറ വഴി എഴുതാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ ജസ്റ്റ് കണ്ണാടി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന്. പിന്നെ ഞാൻ നെക്കിൻ്റെ ഭാഗത്തേക്ക് മേക്കപ്പിനൊന്നും പോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൺസീലറിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് നെക്കിൻ്റെ ഭാഗത്തൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക, എങ്കിലും നെക്കിൻ്റെ ഭാഗത്ത് കളർ വ്യത്യാസം അങ്ങനെ ഉണ്ടാവത്തില്ല. ഓക്കെ, കണ്ടില്ലേ. മറ്റേ കണ്ണും കൂടെ എഴുതാണ്ട്, കണ്ണാടി നോക്കിയാൽ ഞാൻ എഴുതുന്ന കേട്ടോ, എനിക്ക് ഇംഗ്ലീഷ് ശരിയാവത്തുള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകാനുണ്ട്, നമ്മുടെ കയ്യിൽ ഈ ഒരു 3 പ്രോഡക്റ്റേ ഉള്ളൂ എങ്കിലും നമ്മൾ മടിച്ച് നിൽക്കണ്ട. ഈ ഒരു 3 പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് പോവാറുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മസ്കാരയായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്ക് മസ്കാരാൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക്, അതായത് ഈ ഒരു ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ നമുക്ക് ഐലാഷസ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസ്കാര എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ഇടയ്ക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയും മേക്കപ്പ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഐലൈനർ കൊണ്ട് 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് നമുക്ക് ഐലൈനർ കൊണ്ട് കണ്ണെഴുതാം, പിന്നെ നമുക്ക് ഈ ഒരു ഐലാഷസ് ഒന്ന് നമുക്ക് മസ്കാര യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഐലൈനർ കൊണ്ട് തന്നെ ഐലാഷസിൻ്റെ മുകളിലൊന്ന്
അങ്ങനെ ചെയ്ത് കൊടുക്കാം, കട്ടിയാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ഇതുകൊണ്ട് തന്നെയാണ് പൊട്ട് തൊടുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഐലാഷസ് ഒന്ന് വിളർത്തി കൊടുക്കാതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടെ കാണിക്കടാ. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മേത്തയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ താഴത്തു നിന്നാണ് നമ്മൾ ഐലാഷസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ കണ്ടോ, നല്ല കട്ടിയില്ലേ, കണ്ടോ? ഈ ഐലാഷസും അതുപോലെ ഈ ഐലാഷസും തമ്മിൽ വ്യത്യാസമില്ലേ? ഓക്കെ, അപ്പം നമുക്ക് മസ്കാരയുടെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്നുകൂടെ നമ്മളിങ്ങനെ ഐലൈനറിൻ്റെ ആ ഒരു ഇതിൽ മുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഈ ഒരു കണ്ണിൽ പറ്റാതെ നോക്കണേ. ഓക്കെ, ഞാൻ ഒന്ന് കണ്ണാടി നോക്കി ചെയ്ത് കൊടുക്കുക. എനിക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. കാണുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ ഐലാഷസ്. ഓക്കെ, ഇനി ഞാൻ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഐലൈനർ കൊണ്ട് തന്നെ, ഈ ഒരു ഐലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊരു പൊട്ട് കൂടെ തൊട്ട് കൊടുക്കുകയാണേ. പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരോടായിട്ട് പറയാനുള്ളൊരു കാര്യം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, എങ്കിലേ എങ്ങനെയാണ് എന്തൊക്കെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, പൊട്ടും തൊട്ടും. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഐലൈനർ കൊണ്ട് ചെയ്തത് കേട്ടോ. കണ്ണെഴുതി, ഐലാഷസ് ഒന്ന് ശരിയാക്കി, മസ്കാരയുടെ ആവശ്യം വേണ്ട, പിന്നെ പൊട്ടും തൊട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്, മൈഗ്ലാമിൻ്റെ ബർഗുണ്ടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ അധികം ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് മാൾസിൻ്റെ ബോളിവുഡ് സർപ്രൈസും ഖൂബ്സൂരത് കുച്ചിപ്പുടി കേട്ടോ. അടിപൊളിയാണ്, അതും സൂപ്പറാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിലേറെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക്. ഓക്കെ, എല്ലാത്തിലും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. മാൾസിനേക്കാളും കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മേലെയായിട്ടും അതുപോലെ ചീക്കിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഷിൻ്റെ ആവശ്യം വരില്ല, ബ്ലഷും ഐ ഷാഡോ ഒന്നും വേണ്ട, നമുക്ക് ഇതന്നെ മതി. ജസ്റ്റ് എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, എന്നിട്ട് നമ്മളിത് കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡായി. ഓക്കെ, ഇത് ബ്ലെൻഡായി കേട്ടോ. ഓക്കെ, റെഡിയായി. ഇനി നമുക്ക് ഐ ഷേഡോ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇച്ചിരി ഞാൻ കൈ കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കിയിട്ട് യൂസ് ചെയ്യണേ. ഓക്കെ, ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്.
കണ്ടില്ലേ? ഇതുപോലെ അടുത്ത കണ്ണിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഐ ഷേഡോ ഇട്ട് കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ ഇങ്ങനെ കുറച്ച് അറിയുന്ന രീതിക്ക് തന്നെയാണ് ഇടാറുള്ളത് കേട്ടോ. ഇച്ചിരി ഒന്ന് അറിയുന്ന രീതിക്കാണ് ഞാൻ ഇടാറുള്ളത്. ഞാൻ ഇടാറുള്ള രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഓവറായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ 2 കണ്ണിനും ഐ ഷേഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് മുടി കെട്ടണം, കമ്മലൊന്ന് ഇടണം. ഓക്കെ, 3 പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കൺസീലർ, അതുപോലെ ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്കും. ഓക്കെ, ഈ കൺസീലർ വെച്ചിട്ട് നമ്മളിതാ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് ഫൗണ്ടേഷൻ്റെ ആ ഒരു ഫൗണ്ടേഷനോ CC ക്രീമോ ഒന്നും ആവശ്യമില്ല, സ്റ്റോ ക്രീം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺസീലർ ഇട്ട് കൊടുത്തു ഫസ്റ്റ്. പിന്നെ ഈ കൺസീലർ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൺസീലർ മാത്രമായിട്ട് ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് മേടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഓക്കെ, അതായത് കൺസീലർ ഇതേപോലെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഫൗണ്ടേഷനൊക്കെ എടുക്കുന്ന പോലെ കൺസീലർ എടുക്കുക. അതായത് കൺസീലർ നമ്മുടെ ഷെയ്ഡിൻ്റെ ഒരു പടി ഷെയ്ഡ്, ജസ്റ്റ് ഒരു പടി ഷെയ്ഡ്, 1-2 ഷെയ്ഡ് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. കുറച്ച് കൂടിയ അതായത് നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് അല്ലാതെ ഒരു പടി ഷെയ്ഡ് കൂടുതലായിട്ട് എടുക്കുക. ഞാൻ അങ്ങനെയാണ് കൺസീലർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വന്നിട്ട് നമ്മൾ ചെയ്തത് ഐലൈനറാണ്. ഞാൻ ഈ ഒരു ഡേസിലറിൻ്റെ ഈ ഒരു കുട്ടി ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ് കേട്ടോ. മോൻ തട്ടിയിട്ട് പൊട്ടിപ്പോയി. ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ണെഴുതിയത്, അതുപോലെ പൊട്ടു തൊട്ടത്, ഐലാഷസ് മസ്കാരയായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക്കാണിത്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്: ബ്ലഷ്, ഐ ഷേഡോ, അതേപോലെ ലിപ്സ്റ്റിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ട്, അതായത് ഈ ഒരു 3 പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ഓക്കെ, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടണം കേട്ടോ. നമുക്ക് മുടിയൊക്കെ ഒന്ന് സൈഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, ഞാൻ സൈഡിൻ്റെ ആളാണ്. സൈഡാണ് ഞാൻ എടുക്കുന്നത്, പൊതുവേ എടുക്കുന്നത് സൈഡ് തന്നെയാണ്. ഓക്കെ, ഓക്കെ. ഞാൻ ഈ ഒരു ഇറുക്കി കുത്തി കൊടുക്കുകയാണ്, ബാക്കിലേക്ക് വെച്ചിട്ട് ഈ ഒരു ചെറിയ ഇറുക്കി ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്മലിടാനുണ്ടല്ലേ. ഈ ഒരു കമ്മലൊന്ന് മാറ്റിക്കളയാം. ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കമ്മലാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മൾ കമ്മൽ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനി കുപ്പി വളയാണ് കേട്ടോ, ഇതിടാൻ മറന്നുപോയി. അപ്പോൾ ഇതോടെ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഐലൈനർ, കൺസീലർ, ലിപ്സ്റ്റിക്ക്, ഈ ഒരു 3 പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഐലൈനർ യൂസ് ചെയ്തിട്ട് തന്നെ ഐബ്രോസും ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ചെയ്തില്ല. പിന്നെ പൊട്ട് തൊട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ്സ്റ്റിക്കും ബ്ലഷും ഐ ഷേഡോ ആയിട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് കഴിഞ്ഞു. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്, വെറും 3 പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.